അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 31ാമത്തെ അധ്യായത്തിലേക്ക് ഇവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീ എന്നെ ഓർക്കുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അതിനെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. അതിന് ഫസ്റ്റ് നമ്മൾ ഡോണ്ട് എന്ന് ചേർക്കുക. ഡു പ്ലസ് നോട്ടാണ് ഡോണ്ട് എന്നുള്ളത്. അതാണ് ആദ്യം ചേർക്കേണ്ടത്, ഓക്സിലറി വിത്ത് നോട്ട്. ഡു എന്നുള്ള ഓക്സിലറി, ദെൻ നോട്ട് കൂടെ അതിൽ ചേർത്ത് ഡോണ്ട്. അപ്പം ഡോണ്ട് ആദ്യം ചേർക്കുക, അതിനുശേഷം സബ്ജക്റ്റാണ് ചേർക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റിൽ മുഴുവൻ ബഹുവചനങ്ങളും ഐ എന്നതും യു എന്നതും നമുക്ക് ചേർക്കാം. അപ്പോൾ ഐ യു എന്നീ ഏകവചനങ്ങളും പിന്നീട് മുഴുവൻ ബഹുവചനങ്ങളുമാണ് നമ്മളിവിടെ സബ്ജക്റ്റായി കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് ഇഷ്ടമുള്ള വെർബുകളാണ്, വെർബിൻ്റെ ബേസിക് ഫോം. അപ്പോൾ വെർബാണ് മൂന്നാമത് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. ഫസ്റ്റ് ഡോണ്ട് കൊടുത്തു, ഡോൺ. ദെൻ സബ്ജക്റ്റ് കൊടുത്തു യു. ഡോൺ യു റിമെമ്പർ മീ? നീ എന്നെ ഓർക്കുന്നില്ലേ? നീ ഓർക്കാറില്ലേ എന്നുള്ള അർത്ഥവും ഈ വാചകത്തിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം നീ എന്നെ ഓർക്കുന്നില്ലേ, ഓർക്കാറില്ലേ എന്നതിന് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഡോൺ യു റിമെമ്പർ മീ? ഡോൺ യു റിമെമ്പർ അസ്? നീ ഞങ്ങളെ ഓർക്കാറില്ലേ? ഡോൺ യു റിമെമ്പർ അസ്? നീ ഞങ്ങളെ ഓർക്കാറില്ലേ? ഫസ്റ്റ് ഡോണ്ട് കൊടുത്തു, ദെൻ യു കൊടുത്തു, ദെൻ സബ്ജക്റ്റ്, അതിനുശേഷം മൂന്നാമത് വെർബ് കൊടുത്തു. ഡോണ്ട് ഐ റിമെമ്പർ യു? ഞാൻ നിന്നെ ഓർക്കാറില്ലേ? ഞാൻ നിന്നെ ഓർക്കുന്നില്ലേ? ഞാൻ നിന്നെ പഠിപ്പിക്കുന്നില്ലേ? ഡോണ്ട് ഐ ടീച്ച് യു? ഞാൻ നിന്നെ നന്നായി പഠിപ്പിക്കുന്നില്ലേ? ഡോണ്ട് ഐ ടീച്ച് യു വെൽ? എന്നിങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഇനി ഏതാനും ചില ഉദാഹരണങ്ങൾ നോക്കാം. അപ്പം അർത്ഥം വരുന്നത് ചെയ്യുന്നില്ലേ, ചെയ്യാറില്ലേ എന്നീ തരത്തിൽ രണ്ടർത്ഥമാണ് ഈ നെഗറ്റീവ് ക്വസ്റ്റ്യന്. അതായത് ഇതൊരു നെഗറ്റീവ് പ്ലസ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്യുന്നില്ലേ, ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്. അത് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നെഗറ്റീവ് പ്ലസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടാവുന്ന അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ചെയ്യുന്നില്ലേ, ചെയ്യാറില്ലേ, ഈ ഒരു തലത്തിലുള്ള അർത്ഥമാണ് നമുക്കിതിൽ ലഭ്യമാവുന്നത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഡോൺ ബ്രദേഴ്സ് സിങ് വെൽ? സഹോദരങ്ങൾ നന്നായി പാടുന്നില്ലേ? ആൺകുട്ടികൾ നന്നായി പഠിക്കുന്നില്ലേ? ഡോൺ ബോയ്സ് സ്റ്റഡി വെൽ? അപ്പോൾ ഡോൺ ഫസ്റ്റ് വെച്ചു, അതിനുശേഷം ഇവിടെ ബ്രദേഴ്സാണ്, അതുപോലെ നമുക്ക് ബോയ്സ് എന്നോ അതുപോലെ തന്നെ ഗേൾസ് എന്നോ ഏത് ബഹുവചനവും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു വെർബ് വെച്ചു, ഡോൺ ബ്രദേഴ്സ് സിങ് വെൽ? സഹോദരങ്ങൾ നന്നായി പാടുന്നില്ലേ? അപ്പോൾ അവിടെ ബ്രദേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് സിസ്റ്റേഴ്സ് എന്നാക്കാൻ. ഡോൺ സിസ്റ്റേഴ്സ് സിങ് വെൽ? സഹോദരിമാർ നന്നായി പാടുന്നില്ലേ? വിദ്യാർത്ഥികൾ എന്നാണെങ്കിൽ ഡോൺ സ്റ്റുഡൻസ് സിങ് വെൽ? വിദ്യാർത്ഥികൾ നന്നായി പാടുന്നില്ലേ? പെൺകുട്ടികൾ എന്നാണെങ്കിൽ ഡോൺ ഗേൾസ് സിങ് വെൽ? പെൺകുട്ടികൾ നന്നായി പാടുന്നില്ലേ എന്നുള്ള അർത്ഥം നമുക്കവിടെ കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഡോണ്ട് ഫസ്റ്റ് വെക്കുക. ഡോൺ ഐ എന്നുള്ള സബ്ജക്റ്റ് നമുക്കിവിടെ അനുയോജ്യമായി വരും. അതുപോലെ യു എന്നുള്ളത് പറ്റും. അതുപോലെ മറ്റു എല്ലാ ബഹുവചനങ്ങളും വി, ദേ എന്നിങ്ങനെ, ബോയ്സ് എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ബഹുവചനങ്ങളും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഡോൺ മിനിസ്റ്റേഴ്സ് കം? മന്ത്രിമാർ വരുന്നില്ലേ? ഡോൺ മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റർ, ഒരു മിനിസ്റ്റർ ആകുമ്പോൾ അത് ഏകവചനമാണ്, മിനിസ്റ്റർ എന്ന് പറയും. അതിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ മിനിസ്റ്റേഴ്സ്, മന്ത്രിമാർ എന്നർത്ഥം കിട്ടും. ഡോൺ മിനിസ്റ്റേഴ്സ് ലൈ? മന്ത്രിമാർ നുണ പറയുന്നില്ലേ? മന്ത്രിമാർ നുണ പറയാറില്ലേ? എന്നിങ്ങനെ അർത്ഥത്തിന് നമുക്ക് അങ്ങനെ ചോദിക്കാം. ഡോൺ ദേ റൈറ്റ്? ഡോൺ വി സ്പീക്ക്? നമ്മൾ സംസാരിക്കുന്നില്ലേ, സംസാരിക്കാറില്ലേ? ഡോൺ വി സ്പീക്ക് അറബിക്? നമ്മൾ അറബിക് സംസാരിക്കുന്നില്ലേ? ഡോൺ ദേ റൈറ്റ്? അവർ എഴുതുന്നില്ലേ, എഴുതാറില്ലേ? ഡോൺ യു പ്ലേ? നീ കളിക്കുന്നില്ലേ, നീ കളിക്കുന്നില്ലേ, നീ കളിക്കാറില്ലേ? ഡോൺ ബോയ്സ് പ്ലേ? ആൺകുട്ടികൾ കളിക്കുന്നില്ലേ, കളിക്കാറില്ലേ? ഇനി രണ്ട് പേര് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത് ബഹുവചനമാണല്ലോ. അപ്പോൾ ആ സമയത്തും നമുക്കിവിടെ ഡോണ്ട് എന്ന് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ഡോൺ സമീയ ആൻഡ് നസീഹ കം ഹിയർ? സമീയയും നസീഹയും ഇവിടെ വരാറില്ലേ? രണ്ട് പേരിന് ഉദാഹരണം കാണിച്ചതാണ്. ഏത് പേരും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഡോൺ യൂസുഫ് ആൻഡ് ആദിൽ കം ഹിയർ? യൂസുഫും ആദിലും ഇവിടെ വരാറില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നില്ലേ, വരാറില്ലേ എന്നുള്ള അർത്ഥത്തിന് ബഹുവചനം സബ്ജക്റ്റായി വരുമ്പോൾ, അതുപോലെ തന്നെ ഐ എന്നുള്ളത് സബ്ജക്റ്റായി വരുമ്പോൾ, യു എന്നുള്ളത് സബ്ജക്റ്റായി വരുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള പാഠമാണ് നമ്മളിവിടെ പഠിച്ചത്. അത് ഫസ്റ്റ് ഡോണ്ട് കൊടുക്കുക, അതിനുശേഷം
ആ സബ്ജക്റ്റ് ഏതോ അത് ചേർത്ത് കൊടുക്കുക, അതിനുശേഷം വെർബ് കൊടുക്കുക, അതിനുശേഷം ആവശ്യാനുസരണം നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പാഠം വളരെ നല്ല രൂപത്തിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ വളരെ അധികം കൂടുതൽ ഈ പാഠത്തെ ഫ്ലുവൻ്റാക്കി വളരെയധികം ശീലമാക്കി വെക്കുക. ഇതോടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.